iPhone 16 Pro. 48 megapixel fusion camera, 48 megapixel wide camera, 5x zoom, 48 megapixel and 24 megapixel ഫ്രണ്ട്. അതേപോലെ തന്നെ മാക്രോ 48 മെഗാപിക്സൽ മാക്രോ ക്യാമറ, അതായത് 3 ക്യാമറയിൽ ഫ്യൂഷൻ ക്യാമറ വരുന്നത് 48 മെഗാപിക്സലാണ്. 48 മെഗാപിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. അതേപോലെ തന്നെ 5x സൂം വരുന്നുണ്ട്. അതേപോലെ 3 48 മെഗാപിക്സലാണ് ക്യാമറ വരുന്നത്. 12 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അത് 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വരുന്നത്. അതേപോലെ ഡോൾബി വിഷൻ HDR ആണ് ഓഡിയോ. USB 3 USB-C ടൈപ്പ് ആണ് വരുന്നത്. 16 Pro Max വയർലെസ് 40 ഐഫോണിൻ്റെ 16 നോർമൽ മോഡലാണ്, ബേസ് മോഡലാണ്. ഐഫോൺ 4 വേരിയൻസ് ആണ്. ഐഫോൺ 14 മുതൽ തന്നെ 4 വേരിയൻസ് ആണ് വരുന്നത്. ബേസ് മോഡലുണ്ട്, അതേപോലെ തന്നെ പ്ലസ് മോഡലുണ്ട്, പ്രോ മോഡലുണ്ട്. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് മാക്സ് മോഡലുണ്ട്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഫോൺ 16 സീരീസിൽ ബേസ് മോഡൽ അലൂമിനിയം ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ബോഡി പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ഒരു സെൻസർ വരുന്നുണ്ട്, സ്വിച്ച് സെൻസർ വരുന്നുണ്ട്. സൂമിങ് എല്ലാം അതിൽ തന്നെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സെൻസറിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ ബെസൽ അലൂമിനിയം ബോഡി ആയതുകൊണ്ടാണ് ബെസൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതേസമയം പ്ലസിലും അലൂമിനിയം ബോഡി തന്നെയാണ്. ബാക്കിൽ നമ്മുടെ ഹുവാവി നോവ സീരീസിൻ്റെയൊക്കെ ക്യാമറ പോലാണ് ഡബിൾ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഹുവാവി നോവ സീരീസിൻ്റെ ആ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകത പറയാനെ കൊണ്ട് ബേസ് മോഡലും പ്ലസ് മോഡലും അതിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നത് ആ മോഡലാണ്. അതേപോലെ തന്നെ ഇത് പ്രോ മോഡലാണ്. പ്രോ മോഡൽ രണ്ടും, അതായത് പ്രോയും പ്രോ മാക്സും ടൈറ്റാനിയം ബോഡിയാണ്. ഇത് ടൈറ്റാനിയമാണ്. ഇതിൻ്റെ പിന്നെ 16 സീരീസിൽ മൊത്തം ക്യാമറയ്ക്ക് സെപ്പറേറ്റ് സെൻസർ സ്വിച്ചാണ് വരുന്നത്. ഇത് വന്നിട്ട് ടൈറ്റാനിയം ബോഡിയാണ്. നമുക്ക് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഗോൾഡ്, ഇത് ടൈറ്റാനിയം ഗോൾഡ്, ടൈറ്റാനിയം സിൽവർ, ടൈറ്റാനിയം വൈറ്റ്, അതേപോലെ തന്നെ എർത്ത് ക്ലേ മോഡൽ, ക്ലേ കളർ. ഇതാണ് അവരുടെ വേരിയൻസ് വരുന്നത്. 16 പ്രോ മാക്സിന് ലാർജ് ഡിസ്പ്ലേ ആണ്. 6.3 ഇഞ്ചും 6.9 ഇഞ്ചുമാണ് ഡിസ്പ്ലേ വരുന്നത്. ബെസൽ വളരെ തിന്നർ ബെസലാണ് വരുന്നത്. അതായത് ഇതിൻ്റെ കൂടുതൽ LTPO OLED ഡിസ്പ്ലേ ആണ് പാനൽ വരുന്നത്. ഇത് വന്നിട്ട് LTPO OLED പുതിയ, അതായത് ഐഫോൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് LTPO OLED പാനൽ. 120 ഹെഡ്സ് ഇത് 120 ഹെഡ്സ് ആണ് ഇതിൻ്റെ ബെസൽ റേറ്റ്. സ്മൂത്തർ വിഷ്വലും അതേപോലെ തന്നെ വൈഡ് സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ്. ഇത് വന്നിട്ട് സാധാ OLED ആണ്. പ്രോ മാക്സ് വന്നിട്ട് LTPO ആണ് വരുന്നത്. ഇത് ഐഫോൺ 6 വരുന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് പ്രോ മോഡൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. അതേപോലെ തന്നെ പ്രോ മാക്സ് വരുന്നത് 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇത് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6 പ്രോ സീരീസ് രണ്ടും വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ആക്സസ് എന്ന് പറയുന്നത് 48 മെഗാപിക്സൽ ക്യാമറ ആണ് വരുന്നത്. 48 മെഗാപിക്സൽ ക്യാമറ, അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ 48 മെഗാപിക്സൽ മെയിൻ ക്യാമറയും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യാമറ. സൂമിങ് വരുന്നത് ഇവിടാണ് സൂമിങ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സൂമിങ് ഏരിയ വരുന്നത്. 48 മെഗാപിക്സലാണ് ക്യാമറ വരുന്നത്. അതേപോലെ 5x ഒപ്റ്റിക്കൽ സൂം അവൈലബിൾ ആണ്. 5xൻ്റെ ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. അതുപോലെ ഡോൾബി വിഷൻ HDR ക്യാമറ ആണ്.
ഡോൾബി വിഷൻ HDR വോയിസ് ആണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത A18 ചിപ്സെറ്റാണ്. CPU A18 ചിപ്സെറ്റാണ് വരുന്നത്. ഐഫോൺ 16 Pro Maxന് വരുന്നത് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്കിംഗ് ബാറ്ററിയാണ് വരുന്നത്. 16 Pro Maxന് വേണ്ടി മാത്രമാണ് സ്റ്റോക്കിംഗ് ബാറ്ററി അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് 20 വാട്ട്സിൻ്റെ മാക്സ് വയർലെസ് ചാർജിങ്ങും അതേപോലെ തന്നെ 40 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററിയിൽ സാധാ നോർമൽ ബാറ്ററി തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. അതേപോലെ തന്നെ ഇത് പ്രോ മാക്സിൽ സ്റ്റോക്കിംഗ് ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അതേപോലെ 16 വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 4K വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. 120 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വരുന്നത്. ചൂടാവാനുള്ള സാധ്യതയുണ്ട് 120 ഫ്രെയിം പെർ സെക്കൻഡിൽ. അതുകൊണ്ട് തന്നെ കോപ്പർ എക്സോസ്റ്റ് ആണ്, അതായത് ഹീറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള കോപ്പർ എക്സോസ്റ്റ് ആണ് ഇതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോപ്പർ ഈ ഫ്രെയിമിൽ ഹീറ്റ് കൊണ്ടുപോകുമ്പോൾ എക്സോസ്റ്റ് ആകും. ഫ്രെയിമിൽ കൂടിയാണ് ഇതിൻ്റെ ഹീറ്റ് എക്സോസ്റ്റ് ചെയ്യുന്നത്. എല്ലാം വയർലെസ് ഡെൽറ്റയും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് എക്സസ് ചെയ്യുന്നത് കൂടിയാണ്.